ഉണ്ടാകുന്ന പെയിന് നമ്മൾ ടെസ്റ്റീസിന് വീക്കം വന്നാൽ വരാം. ടെസ്റ്റീസിന് അവിടെ നിന്ന് എപ്പിഡൈഡിമസ് എന്നൊരു ഭാഗമുണ്ട്, അവിടെ വീക്കം വന്നാലും നമുക്ക് ഈ പെയിൻ വരാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചിലപ്പോൾ റേഡിയേറ്റിംഗ് പെയിൻ വരും. നമ്മുടെ ഈ സ്റ്റോൺസ്, കിഡ്നിയിലുള്ള സ്റ്റോൺസ്, മൂത്രം പോകുന്നക്കുള്ള സ്റ്റോൺസ് ഒക്കെ റേഡിയേറ്റിംഗ് പെയിൻ ചിലപ്പം വരും. ബ്ലാഡറിനുണ്ടാകുന്ന ഇൻഫെക്ഷനും ചിലപ്പോൾ നമുക്ക് റേഡിയേറ്റിംഗ് പെയിൻ വരാം. അതുപോലെ തന്നെ വൃഷ്ണത്തിൽ നിന്ന് ബീജം കൊണ്ടുപോകുന്ന കൊണ്ടിട്ടുള്ള വീനുകൾ തടിച്ചിരുന്നാൽ ഇങ്ങനെ വരാം. ഇപ്പോൾ ഇപ്പോൾ അവിടെയുള്ള നമ്മളിപ്പം 2 വീലറിലൊക്കെ കുറേ നേരം യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന കംപ്രഷൻ മൂലം ചിലപ്പം ഇങ്ങനെ സ്റ്റേസ് വന്നിട്ട് ഇൻഫെക്ഷൻ വരാം. അപ്പം ഇങ്ങനെ വൃഷ്ണത്തിന് ഒരു പെയിൻ വന്നാൽ നമ്മൾ നോക്കണം. പല കാര്യങ്ങൾ കൊണ്ട് അത് പെയിൻ വരാം. ചില കേസുകളിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും, ഇൻഫെക്ഷൻ ഇല്ലാന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും. സ്റ്റോണുകളോ അങ്ങനെയുള്ള പരിശോധനകൾ ഇല്ലാതെ നമ്മൾ ഉറപ്പ് വരും. പരിശോധനകളും ചെയ്ത് സ്കാൻ പരിശോധനകളും ബ്ലഡ് ടെസ്റ്റുകളും ചെയ്ത് എന്താ കാരണം, ഇൻഫെക്ഷൻ കൊണ്ട് വരാം, സ്റ്റോണുകൾ കൊണ്ട് വരാം. അപ്പം എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യണം. സ്വയം ചികിത്സിക്കരുത്. കാരണം അത് നമുക്ക് ചില കേസുകളിൽ ഒരു പ്രത്യേക കാരണമില്ലാതെ തന്നെ വൃഷ്ണത്തിന് പെയിൻ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ചില കേസുകളിൽ വൃഷ്ണം കുരുങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അവിടെയും നമ്മൾ ഡോക്ടർ പരിശോധന ചെയ്ത് വൃഷ്ണം കുരുങ്ങുന്ന അവസ്ഥയില്ല എന്ന് ഉറപ്പ് വരുത്തണം. വൃഷ്ണത്തിന് പെയിൻ വന്നാൽ ഒരിക്കലും അതിനെ അവഗണിക്കരുത്. അവിടെ നീരോ ചുമന്നിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. കാരണം ചില കേസുകളിൽ നമ്മുടെ പ്രത്യുൽപാദന ശേഷി പാടെ നഷ്ടപ്പെടാം. വൃഷ്ണത്തിന് വേദനയോ നീർക്കെട്ടോ ഉണ്ടായാൽ, അല്ലെങ്കിൽ വൃഷ്ണസഞ്ചിക്ക് ചുമന്നിരിക്കുകയോ നീർക്കെട്ടോ വേദനയോ വന്നാൽ ഡോക്ടറെ കണ്ട് ഉടനെ ചികിത്സ തരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.